ഹലോ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചാച്ചൻ്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ആരംഭത്തെപ്പറ്റിയും ഞങ്ങളുടെ അറിവില്ലായ്മയെപ്പറ്റിയും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളങ്ങനെ PSA ടെസ്റ്റ് എടുത്തു. PSA ടെസ്റ്റിൽ ചാച്ചൻ്റെ PSA 140 എന്നായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ 140 വളരെ ഉയർന്നു നിന്നിരുന്നാൽ അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു അത് മിക്കവാറും ക്യാൻസർ ആയിരിക്കുമെന്ന്. ഉടനെ ഡോക്ടർ ഞങ്ങളോട് ഇതുകൊണ്ട് മാത്രം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, ഒരു ബയോപ്സി കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ബയോപ്സി കൂടി എടുക്കുകയുണ്ടായി. അപ്പോൾ ആ ബയോപ്സിയുടെ റിസൾട്ട് 3 ആഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 22 രൂപ വരെ റേറ്റ് പറഞ്ഞ ബയോപ്സി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ബയോപ്സിയുടെ റിസൾട്ടിൽ വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുള്ളത്, അതും 4th സ്റ്റേജ് ആണെന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടുകൊണ്ട് നമുക്ക് ചികിത്സ തുടങ്ങാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ചാച്ചന് 73 വയസ്സായി, പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ 4th സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്കാൻ കൂടി ചെയ്യണം. 2 തരത്തിലുള്ള സ്കാനുണ്ട്, ബോൺ സ്കാന്, അതുപോലെ തന്നെ PSMA PET സ്കാന്. നല്ലത് PSMA PET സ്കാൻ എടുക്കുന്നതാണ്. അത് അടുത്തടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ വെച്ച് ഭാരത് ഹോസ്പിറ്റലിലാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ബോൺ സ്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലിനെ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ PSMA PET സ്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഏതൊക്കെ അവയവങ്ങൾ ബാധിച്ചിട്ടുണ്ട്, എത്രമാത്രം അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് റേഡിയേഷനാണോ, കീമോതെറാപ്പിയാണോ, ടാബ്ലറ്റ് ആണോ, സർജറി ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്ന് ഡോക്ടർ ഞങ്ങൾക്ക് അഡ്വൈസ് തന്നു. അങ്ങനെ ഞങ്ങൾ PET സ്കാൻ എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ഭാരത് ഹോസ്പിറ്റലിൽ അതിനുവേണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭാരത് ഹോസ്പിറ്റൽ രാവിലെ തന്നെ പോയി PET സ്കാൻ എടുത്തു. അതിന് 16,500 രൂപ മാത്രമേ PET സ്കാനിന് വേണ്ടി വന്നുള്ളൂ. ഡോക്ടറിൻ്റെ ഇടപെടൽ കാരണം അവിടെയും ഞങ്ങൾക്ക് അല്പം കുറച്ച് കിട്ടുകയുണ്ടായി. ചാച്ചന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ PET സ്കാൻ എടുക്കുവാനും സാധിച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ചികിത്സ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വീഡിയോയിൽ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആരും ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ തള്ളിക്കളയരുത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഗുരുതരമായ വീഴ്ചയിലേക്ക് വരുന്നത്. തുടക്കത്തിൽ തന്നെ ചാച്ചനെ ചികിത്സിക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഈ 4th സ്റ്റേജിലേക്കൊന്നും ആവാതെ തന്നെ ചാച്ചനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ബോൺ സ്കാനും PSMA സ്കാനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിവതും നമ്മൾ PSMA തന്നെ എടുക്കുവാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലേക്ക് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വ്യാപിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അത് ലിവറിനെയും എല്ലിനെയും നട്ടലിനെയും ഒക്കെ വ്യാപിച്ചു എന്ന് വരാം എന്ന് ഡോക്ടർ പറഞ്ഞു. നിസ്സാരമായി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ചിലപ്പോൾ വഴിവെക്കുക. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആദ്യം ബാധിക്കും ചിലപ്പോൾ നട്ടലിനെ ആവാമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നട്ടലിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നട്ടൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, ആൾ തളർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഓർക്കണമെന്ന് താല്പര്യപ്പെടുന്നു. താങ്ക്